എമ്പുരാനെ ഈ പോക്ക് ഇതെങ്ങോട്ടാണ്? 8ാം ദിനം കളക്ഷനിൽ ഇടിവാണോ സംഭവിച്ചിരിക്കുന്നത്? മോളിവുഡിന്റെ 250 കോടി പടമാകുമോ എമ്പുരാൻ? മലയാള സിനിമാ ചരിത്രത്തിൽ അതിവേഗം 100-200 കോടി ക്ലബ്ബുകളിൽ ഇടം നേടിയ ചിത്രം കൂടിയാണ് എമ്പുരാൻ. ചിത്രം 300 കോടി ക്ലബ്ബിലെത്താനായി ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ് ഇപ്പോൾ ആരാധകർ. അതിനിടെ ചിത്രത്തെ ചുറ്റിപ്പറ്റിയുള്ള വിവാദങ്ങളും ആളിപ്പടരുന്നുണ്ട്. മലയാള സിനിമയ്ക്ക് പുത്തൻ മാനം നൽകിയാണ് എമ്പുരാൻ എത്തിയത്. റിലീസിന് മുമ്പ് തന്നെ വൻ പ്രതീക്ഷ ഉണർത്തിയ ചിത്രം ഹൈപ്പിനൊത്ത് തന്നെ ഉയർന്നു. ഇതോടെ ബോക്സ് ഓഫീസിൽ വൻ വേട്ടയായിരുന്നു ചിത്രം കാഴ്ചവെച്ചത്. എമ്പുരാന്റെ റിലീസിന് ഒരു ദിവസം ശേഷിക്കെ 50 കോടി ക്ലബിലെത്തിയ ചിത്രം പെട്ടെന്നാണ് 200 കോടിയും കടന്ന് മുന്നേറുന്നത്. എമ്പുരാനിലെ ചില ഭാഗങ്ങൾ വിവാദങ്ങൾക്കും ചർച്ചകൾക്കും വഴിവെക്കുകയും ചെയ്തിരുന്നു. പിന്നാലെ റീഎഡിറ്റ് പതിപ്പും എത്തി. ഇത് എമ്പുരാന്റെ കളക്ഷനെ ബാധിക്കുമോ എന്നായിരുന്നു ആശങ്കയുണ്ടായിരുന്നത്. എന്നാൽ അതൊന്നും ഇതിനെ ബാധിച്ചില്ല എന്ന് വേണമെങ്കിൽ പറയാം. ചില റിപ്പോർട്ടുകൾ പ്രകാരം കഴിഞ്ഞ ദിവസം 5 കോടിയായിരുന്നു ചിത്രം നേടിയത്. എന്നാൽ ഇത് റിലീസ് ചെയ്ത് 8ാം ദിവസം എത്തിയപ്പോൾ 3 കോടിയിലെത്തിയിരിക്കുകയാണ്. മലയാളം പതിപ്പ് 3 കോടി നേടിയപ്പോൾ 2 ലക്ഷമാണ് കന്നഡ പതിപ്പ് സ്വന്തമാക്കിയത്. തെലുങ്ക് 5 ലക്ഷവും തമിഴ് 2 ലക്ഷം, ഹിന്ദി 8 ലക്ഷം എന്നിങ്ങനെയാണ് മറ്റ് സംസ്ഥാനങ്ങളിലെ 8ാം ദിനത്തിലെ എമ്പുരാന്റെ കളക്ഷൻ. അതേസമയം എമ്പുരാൻ 2ാം വാരത്തിൽ എത്തി നിൽക്കുമ്പോൾ 236 കോടിക്ക് മുകളിലാണ് ആഗോളതലത്തിൽ സ്വന്തമാക്കിയിരിക്കുന്നത്. 88 കോടിയാണ് എമ്പുരാന്റെ നെറ്റ് കളക്ഷൻ. 133 കോടിയാണ് ഓവർസീസിൽ നിന്നും സ്വന്തമാക്കിയത്. ഇന്ത്യ ഗ്രോസ് 103 കോടിയും എമ്പുരാൻ സ്വന്തമാക്കിയെന്നാണ് കണക്കുകൾ പറയുന്നത്. ഇതുപ്രകാരം എമ്പുരാൻ മലയാളത്തിലെ ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയ മഞ്ഞുമൽ ബോയ്സിനെ മറികടക്കാൻ ഇനി 4 കോടി രൂപയാണ് വേണ്ടത്. 239 കോടി രൂപയായിരുന്നു മഞ്ഞുമലിന്റെ ആഗോള ലൈഫ് ടൈം കളക്ഷൻ. ഇതിനിടെ മലയാള സിനിമാ ചരിത്രത്തിലെ സുപ്രധാന നേട്ടവും എമ്പുരാൻ സ്വന്തമാക്കി. തിയേറ്റർ ഷെയർ 100 കോടി എന്ന സുവർണ്ണ നേട്ടമാണ് എമ്പുരാൻ സ്വന്തമാക്കിയത്. 100-200 കോടി ക്ലബ്ബുകളിൽ മുമ്പും മലയാള ചിത്രങ്ങൾ ഇടം നേടിയിട്ടുണ്ടെങ്കിലും തിയേറ്റർ ഷെയർ 100 കോടി സ്വന്തമാക്കുന്ന ആദ്യ മലയാള ചിത്രമാണ് എമ്പുരാൻ. അതേസമയം മമ്മൂട്ടിയുടെ ബസൂക്ക ഉൾപ്പെടെ വിഷു റിലീസായി ഒട്ടേറെ ചിത്രങ്ങൾ അടുത്തയാഴ്ച തിയേറ്ററുകളിലെത്തുന്നുണ്ട്. ഈ ചിത്രങ്ങളോടെ എമ്പുരാൻ മത്സരം നേരിടുമെന്നാണ് ആരാധകർ പ്രതീക്ഷിക്കുന്നത്. എന്റർടൈൻമെന്റ് ഡെസ്ക്, സി മലയാളം ന്യൂസ്. പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ. എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം.